പലർക്കും ഇപ്പോൾ ഉള്ള ഒരു സംശയവും അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നവും ഈ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ശരിക്കും ഗുണമാവുമോ ദോഷമാവുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന ഒരു സംശയം. പലരും ദൈവത്തിന് അല്ലെങ്കിൽ പോസിറ്റീവുള്ള കാര്യമല്ലേ ഈ ദാനധർമ്മങ്ങൾ, കഷ്ടപ്പെടുന്നവർക്ക് സഹായങ്ങൾ ചെയ്യുക, ഇതെല്ലാം പോസിറ്റീവ് അല്ലേ എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരുന്ന പലരും ഇപ്പൊ ഈ അടുത്ത കാലത്തായി ഇപ്പൊ എന്റെ ഈ മെസ്സേജും ഒക്കെ കേട്ടതിന് ശേഷം അവരത് ഇപ്പൊ ചെയ്യാൻ മടിക്കുകയാണ്. കാരണം ഇതിപ്പോ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ? ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരാൾക്കൊരു കഷ്ടം വരുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നത് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടാണല്ലോ. അപ്പൊ ഈ കർമ്മഫലങ്ങൾ ഒരാളെ അനുഭവിക്കുമ്പോൾ ആ അനുഭവിക്കുന്നതിനിടയിൽ നമ്മൾ കയറി സഹായിക്കുമ്പോൾ ശരിക്കും അയാളുടെ കർമ്മം ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതി നമ്മളിലേക്ക് വരുമോ? ചുരുക്കം പറഞ്ഞാൽ അയാളുടെ ആ ദുഷ്കർമ്മം നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആകുമോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഇനി അഥവാ അങ്ങനെ ട്രാൻസ്ഫർ ആകുന്നില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ കണ്ണിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ? കാരണം ആ വ്യക്തിക്ക് കർമ്മഫലം അനുഭവിച്ച് തീർന്നാലല്ലേ മോക്ഷം കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ സഹായിക്കുമ്പോൾ അതൊരു തടസ്സമല്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ നേരത്തെയുള്ള മെസ്സേജിലൊക്കെ പറയുന്നുണ്ട്, നമ്മളത് അറിഞ്ഞും കണ്ടും നോക്കിയും കണ്ടും ചെയ്യണം എന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഇത് ഒരു പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഈ കർമ്മഫലം അനുഭവിച്ച് തീർക്കുന്ന പ്രക്രിയ നമ്മളൊക്കെ ചുറ്റും ഉണ്ട്. ഒരുപാട് കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ആശ്വാസം കൊടുക്കണം എന്നതൊരു കണക്കുണ്ട്. പക്ഷെ ഈ ആശ്വാസം കൊടുക്കേണ്ടത് ആർക്കാണ്, എത്രക്കാർക്കാണ്? അതൊക്കെയാണ് പലർക്കും സംശയം. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി വരും. കാരണം ഈ ആത്മീയമായി വരുന്ന ഒരുപാട് ആത്മീയ ഗുരുക്കന്മാർ ഇതിനു മുമ്പ് വന്നവരും ഇപ്പോൾ ഉള്ളവരെ നോക്കണ്ട, ഇപ്പോൾ ഉള്ളത് ഈ ഇങ്ങനെ കിടക്കുന്നവരെയും കൂടെ ചൂഷണം ചെയ്ത് ഭൗതിക നേട്ടവും പണവും സമ്പാദിക്കാൻ ഇപ്പോൾ ആത്മീയർ കൂടുതലും ചെയ്യുന്നത്. അതല്ല ഞാൻ പറയുന്നത്. പണ്ടുള്ള ആത്മീയ ഗുരുക്കന്മാരൊക്കെ കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ളതും സ്നേഹിച്ചതും ഒക്കെ ഒരുപാട് കഷ്ടങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവരെ ഒരുപാട് ദാനധർമ്മങ്ങളും കാര്യങ്ങളും അവരെ ഉയർത്തിക്കൊണ്ട് വരാനാണ് പണ്ടേ മുതലുള്ള യഥാർത്ഥ ആത്മീയർ, സൃഷ്ടാവാൻ ദൈവം പ്ലാൻ ചെയ്യുന്ന യഥാർത്ഥ പോസിറ്റീവ് ആത്മീയർ അതാണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ട്രെൻഡ് അങ്ങ് മാറി വേറെ ലെവലിലോട്ടൊക്കെ പോകുന്നത്. അപ്പോ ഈ പാവപ്പെട്ടവരെയും അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കുന്നവരെയും അല്ലെങ്കിൽ കർമ്മഫലം അനുഭവിച്ച് നരകയാതനയിലൊക്കെ കിടക്കുന്നവരെ നമ്മൾ സഹായിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളവരെ നമ്മൾ സഹായിക്കാവൂ. അതേസമയം ഇപ്പം നല്ല സുഖിച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ ജീവിച്ചു, വഴിനടപ്പ് കറക്റ്റല്ല, അതായത് ദുർനടപ്പാണ്, അനാവശ്യമായി പൈസ കളയുന്നു, വ്യഭിചാരത്തിന് പുറകെ പോകുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. അപ്പൊ അവർക്ക് അങ്ങനെ ജീവിച്ച് ഒരു കുഴപ്പമില്ലാത്ത പോകുന്നവർക്ക് അതിൻ്റെതായ കർമ്മഫലങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അവർക്ക് ബോധം വരുത്തണം, അവർക്ക് കാര്യം പറയണം, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ള കാരണം പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവര് നമ്മളോട് തർക്കിക്കുകയോ നമ്മളെ തള്ളിപ്പറയുകയോ നമ്മളോട് ദേഷ്യപ്പെടുകയോ ചെയ്താൽ അവരെ വഴിക്കങ്ങ് വിട്ടേക്കുക. അവരെ നമ്മൾ സഹായിക്കേണ്ട യാതൊരു കാര്യമില്ല. അതേസമയം ഇത് നമ്മളുടെ വഴി തെറ്റിപ്പോയത് കൊണ്ടാണ്, നമ്മളുടെ കർമ്മം ഇങ്ങനെ ആയതുകൊണ്ടാണ്, അതിന്റെ ഫലമാണ് എന്ന രീതിയിൽ നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുകയോ അല്ലെങ്കിൽ അവരത് സമ്മതിക്കുകയോ എന്തായാലും പറ്റിപ്പോയി എന്ന പശ്ചാത്തലം അവരിലേക്ക് നമ്മൾ കാണുകയോ ചെയ്താൽ അത്തരക്കാരെ നമ്മൾ സഹായിക്കണം. കാരണം എന്ത് തെറ്റ് ചെയ്താലും എന്ത് കുറ്റത്തിലാണെങ്കിലും നമ്മൾ ജയിൽ ശിക്ഷ നമ്മളെ ഗവൺമെന്റ് കൊടുത്താൽ ആ ജയിലിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ ബിരിയാണി, മാംസങ്ങൾ അല്ലെങ്കിൽ മീൻ ഇതൊക്കെ അവർക്കും കൊടുക്കും. അല്ലാതെ എന്നും അവർക്ക് ജയിലിലെ രീതിയിലുള്ള ഫുഡ് മാത്രം ആയിരിക്കില്ല, കുറച്ച് നല്ല രീതിയിലുള്ള ഫുഡും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അത് കൂടിപ്പോകുന്നു എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഈ ശരിക്കും കണക്ക് പ്രകാരം അവർക്ക് ആഴ്ചയിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ കൊടുക്കും. കാരണം കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ജയിൽ. പക്ഷെ എങ്കിൽ പോലും അവിടെ ഒരു ആശ്വാസം കൊടുക്കണം എന്നത് ദൈവത്തിന്റെ അല്ലെ പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ പരോൾ അനുവദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് ആശ്വാസം അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് എത്ര ശിക്ഷ ഒരാൾ അനുഭവിച്ചാലും മാനുഷിക പരിഗണന വെച്ച് അവർക്ക് അല്പ ആശ്വാസം കൊടുക്കണം എന്നത് ഒരു നിയമത്തിൽപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ വ്യവസ്ഥയിലും നമ്മൾക്ക് കർമ്മഫലങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കർമ്മഫലം അനുഭവിച്ചുകൊണ്ടിരിപ്പുണ്ടായിരിക്കാം, ജന്മനാൽ അനുഭവിക്കുന്നുണ്ടായിരിക്കും, എങ്കിലും അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആശ്വാസം കൊടുക്കണം എന്നതാണ് നിയമം. കാരണം ഈ അനുഭവിക്കുന്ന ഈ സമയത്ത് ഈ ആത്മാക്കൾ പലപ്പോഴും ദൈവത്തോട് നിലവിളിക്കും, പ്രാർത്ഥിക്കും, കുറ്റങ്ങൾ പറയും, അല്ലെങ്കിൽ നിരാശകൾ പറയും. ഇങ്ങനെ പല രീതിയിൽ ഈ ആത്മാവ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴായിരിക്കും ഇവർക്ക് പൂർണ്ണമായ ഒരു മാറ്റം വരുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ മാറ്റം വരുന്ന സമയത്ത് ദൈവത്തിന് അവരെ ആ അവസ്ഥയിൽ നിന്നും ഉയർത്തിക്കൊണ്ട് വരേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും? അതിനായി
നമ്മളെപ്പോലുള്ള സഹായിക്കുന്ന ആത്മാക്കളുള്ള വ്യക്തികളെ ദൈവം ഉപയോഗിക്കും. അപ്പം അത്തരക്കാരെ ദൈവം തന്നെ നമ്മളെ മുമ്പിൽ എത്തിക്കുകയും നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് അവർക്കൊരു ഉയർച്ച വരുന്നത്. അല്ല ദൈവം നേരിട്ട് വന്ന് ഒരു കാര്യമൊന്നും ചെയ്യില്ല. അപ്പൊ ദൈവം മറ്റു വ്യക്തികളിലൂടെയാണ് അവരുടെ ഇളവ് നൽകുകയും അവർക്ക് അതിൽ നിന്ന് കരപിടിച്ച് കയറാൻ വേണ്ട സഹായങ്ങളൊക്കെ മറ്റു വ്യക്തികളിലൂടെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു മറുഭാഗത്ത് ഉള്ളൊരു കുഴപ്പം, ഇത് നമുക്ക് ഈ വ്യക്തികളെ തിരിച്ചറിയാൻ പാടാണ്. ആ തിരിച്ചറിവ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജും കാര്യങ്ങളും ഈ അറിവൊക്കെ നൽകണത്. അപ്പൊ ഈ അറിവൊക്കെ കിട്ടുന്ന ഒരു വ്യക്തിക്ക് പിന്നെ അവർ മുന്നിൽ വരുന്ന ഇത്തരക്കാരെ തിരിച്ചറിയാൻ പറ്റും. മെയിനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇടനിലക്കാര് വഴി സഹായിക്കാൻ പോകരുത്. കാരണം കുറെ ബ്രോക്കർമാർ ഇതിന്റെ ഇടയിലുണ്ട്. കുറെ ബ്രോക്കർമാരുണ്ട്. ഈ അവർ തിന്ന് കൊഴുത്ത് മൂർത്ത് അവരിങ്ങനെ ഈ ദാനം കിട്ടുന്ന കാശിൽ ഒരു പങ്ക് അവരും സുഖിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ വഴി നമ്മൾ ദാനം കൊടുത്ത് ചെയ്യാൻ പോകരുത്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇത്തരക്കാർക്ക് പണം ദുർവിനിയോഗം ചെയ്തു എന്ന രീതിയിൽ നമ്മുടെ കർമ്മം തെറ്റുകയും നമുക്കതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പൊ 100% വിശ്വാസമുള്ള രീതിയിൽ ആയിരിക്കണം നമ്മൾ ദാനങ്ങൾ ചെയ്യേണ്ടത്. അതും നമ്മൾ തന്നെ നോക്കി മനസ്സിലാക്കി അറിഞ്ഞ് ചെയ്യണം. ഇപ്പൊ ദൈവികമായി വളർന്നു വരുന്ന ഒരു ആത്മാവാണെങ്കിൽ ആ ആത്മാവിന് ദാനം ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നിമിത്തത്തിലൂടെ ഈ പ്രകൃതി തന്നെ അതിനുള്ള ആൾക്കാരെ അവസ്ഥയൊക്കെ നമ്മളെ മുന്നിൽ എത്തിക്കും. അപ്പൊ അത് വെച്ച് നമ്മൾ അവിടെ പ്ലാൻ ചെയ്യണം. അല്ലാതെ ഇതിപ്പം ഇങ്ങനൊരു ഗുണം നമുക്ക് വരും, നമുക്ക് കുറെ പോസിറ്റീവ് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മളായിട്ട് ഇറങ്ങി നടന്ന് മെനക്കെട്ട് മണ്ടത്തരങ്ങളോ തെറ്റുകളോ പറ്റാതിരിക്കണേക്കാട്ടിലും നല്ലത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം ഇങ്ങനൊരു അവസരം എനിക്ക് വരണം, എനിക്കും ദാനം ചെയ്യണം, അർഹതപ്പെട്ടവർക്ക് എനിക്ക് ദാനം ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായി വരുന്നൊരു വ്യക്തിയാണെങ്കിൽ പോസിറ്റീവ് ശക്തികൾ അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുക്കും. നിമിത്തം പോലെ ചില വ്യക്തികളെ മുന്നിൽ എത്തിക്കുകയും കാര്യങ്ങളൊക്കെ വരും. അവിടെ നമ്മൾ നോക്കിയും കണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഈ പ്രധാനമായും ഈ പറയുന്ന ഈ വിധവകൾ, ഭർത്താവില്ലാതെ കഷ്ടപ്പെടുന്ന, മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന ചില അമ്മമാര്, അവരെയൊക്കെ നമുക്ക് 100% സഹായിക്കാം. അവിടെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത് എന്ന് വിചാരിച്ച് അവരെ മാറ്റി നിർത്തരുത്. അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എത്ര കഷ്ടം അനുഭവിച്ചാലും അവർക്ക് ആശ്വാസം കൊടുക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു നിയമമാണ്. നമ്മളിപ്പോൾ അല്പം സഹായം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പൂർണ്ണമായി കർമ്മഫലത്തിൽ നിന്ന് മോചനം നേടി അങ്ങ് സുഖിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം എത്രയോ വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ തരണം ചെയ്ത് അവരാകെ വിഷമിച്ചൊക്കെ നിൽക്കുമ്പോൾ അതിലൂടെ കർമ്മഫലം മറുഭാഗത്ത് പോകുന്നുണ്ട്. ഇപ്പൊ 100% ടൈറ്റായി അവരാകെ ശ്വാസം മുട്ടുന്ന ലെവലിലേക്ക് ദൈവം ഒരിക്കലും ആരെയും ഫലം അനുഭവിക്കാനായിട്ട് വിട്ടുകൊടുക്കൂല. കാരണം ദൈവം ഇങ്ങനെ ആൾക്കാരെ കർമ്മഫലം അനുഭവിപ്പിച്ച് നന്നാക്കുന്നതേ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തിയായ ദൈവം, അതിന് ഒരിക്കലും ആ ഒരു മനസ്സ് വരൂല. പക്ഷെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഈ ലെവലിൽ അനുഭവിച്ച് തീരുന്നതാണ്. അപ്പൊ നമ്മൾ ആശ്വാസം കൊടുക്കുമ്പോൾ ഈ കർമ്മഫലം ശരിക്കും പറഞ്ഞാൽ അവർ ഒരു ഭാഗത്ത് ഒരു ആശ്വാസം കിട്ടി ഇത് അനുഭവിച്ച് തീർത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. പക്ഷെ ചിലരെ ദൈവം ശിക്ഷിച്ചിടും. ദൈവം തന്നെ അവരെ ആ ലെവലിലേക്ക് മാറ്റി നിർത്തും കുറച്ച് നാളത്തെ. അങ്ങനെ വരെ ഉള്ളവരെ നമ്മൾ ചാടി കയറി സഹായിക്കാൻ പോകരുത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ്, നല്ല സാമ്പത്തികമൊക്കെ ഉള്ള വ്യക്തികളാണ്. ഇപ്പോ ബിസിനസ്സൊക്കെ തകർന്നു പൊളിഞ്ഞു, വലിയ സാമ്പത്തികമൊന്നുമില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ബിസിനസ് ഒന്ന് പച്ച പിടിക്കണം, ഒന്ന് കരകയറണം എന്നൊക്കെ പറഞ്ഞ് സമീപിക്കുന്നവരെ നമ്മൾ സഹായിക്കാൻ പാടില്ല. കാരണം അവർ കാണിച്ചതിന്റെ എന്തൊക്കെയോ ശിക്ഷയുടെ ഫലമായിട്ട് ഈ കഷ്ടം അനുഭവിക്കുന്നത്. അപ്പൊ അവർ വലിയ ഉയരത്തിൽ നിന്ന് താഴോട്ട് പതിച്ചതിന്റെ വെപ്രാളമാണ് അവർ കാണിക്കുന്നത്. അല്ലാതെ അവര് ഭയങ്കരമായ കഷ്ടം അനുഭവിച്ച് ഉള്ള ലെവലിൽ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ എന്റെ അടുത്ത് ചില വ്യക്തികൾ, പലരും ഈ ബിസിനസ്സിൽ ഉയർച്ച വരുന്നില്ല, പല നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്, ഇപ്പം വീടിന്റെ വാടക കൊടുക്കാൻ പോലും കാശ് തികയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ കിടക്കുന്നത് നല്ലൊരു മാന്യമായ നല്ലൊരു വീട്ടിലാണ്. ചിലര് പുറത്ത് രാജ്യത്തൊക്കെ ആയിരിക്കും ഫാമിലിയോട് കൂടി, ചിലര് വൈഫിനൊക്കെ ജോലി കാണാൻ നല്ല സുഖ ജീവിതം വേറെ രീതിയിലുണ്ട്. പക്ഷെ ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ വലിയ ലെവലിൽ നിന്ന് വീണതിന്റെ താഴോട്ട് പോയതിന്റെ വെപ്രാളമാണ് ഈ കാണിക്കുന്നത്. ദൈവം നോക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്കൊന്നും ഫലം വരില്ല. കാരണം ഇവർ സുഖലോലുപരായി ജീവിച്ച സമയത്ത് കാണിച്ച തെറ്റിന്റെ കർമ്മം തെറ്റിയതിന്റെ ഫലമായിട്ട് കുറച്ചുനാൾ ഈ കഷ്ടം അനുഭവിച്ച് തീരുന്നതാണ്, ബാലൻസ് ചെയ്യുന്നതാണ്. ഈ കഷ്ടം അനുഭവിക്കുമ്പോൾ അവർ പഠിക്കേണ്ടതിനെ പഠിക്കുകയും ഇതിന്റെ സമയം കഴിയുമ്പോൾ അവർക്ക് അവിടുത്തെ ഉയർച്ചയുടെ പടികൾ അവരുടെ മുന്നിൽ തുറന്നു വരും. അപ്പോഴവർ അതിൽ കയറി വരും. പക്ഷെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെയാണ് തെറ്റിയതെന്ന് അല്ലെ എന്തൊക്കെ കർമ്മങ്ങളാണ് തെറ്റിയതെന്ന് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ഉയർച്ച ഉടനെ വരികയില്ല. അപ്പൊ എന്റെ അടുത്ത് വിളിച്ച വിഷമങ്ങളെ പരാതിയൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുന്നു, കരയുന്നു, അവരുടെ വിഷമം കറക്റ്റാണ്. വലിയ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് താഴോട്ട് പതിക്കുമ്പോൾ ഭയങ്കരമായ വിഷമം വരും. പക്ഷെ സൃഷ്ടാവാൻ ദൈവത്തിന്റെ മുന്നിൽ
ഈ ഒരു പരാതി പോലെ നമ്മുടെ വിഷമവും പ്രാർത്ഥനയും പോകുമ്പോൾ ദൈവം നോക്കുന്നത് ഈ ഭൂമിയിലുള്ള മനുഷ്യ ആത്മാക്കളെ വെച്ചാണ് ദൈവം നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ വ്യക്തികൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ കഷ്ടമില്ല. ഇപ്പൊ ഭർത്താവില്ല, അമ്മ ഇല്ല, അപ്പൊ ഭർത്താവ് ഉള്ളത് തന്നെ മാരക രോഗം, മക്കൾക്കൊക്കെ മാരക രോഗം, വീട്ടിൽ അമ്മയ്ക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല, ഒരു ദിവസം ഒരു നേരത്തെ ആഹാരം പോലും കിട്ടുന്നില്ല, കയറിക്കിടക്കാൻ ഒരു വീടില്ല, മഴ പെയ്ത കംപ്ലീറ്റ് വെള്ളം വീട്ടിനകത്ത്. അപ്പൊ അങ്ങനെയുള്ള അനേകരുടെ പ്രാർത്ഥനയും സൃഷ്ടാവ ദൈവത്തിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ബിസിനസ്സൊക്കെ താഴോട്ട് താഴ്ന്നു. ദൈവം ശിക്ഷിക്കാൻ കുറച്ച് പഠിപ്പിക്കാൻ ഇട്ടിരിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഈ പരാജയം അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ വിഷമവും കരച്ചിലും വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ അവസ്ഥയിലുള്ളവരുടെ വിഷമവും കരച്ചിലും വെച്ച് നോക്കുമ്പോൾ ഈ കഷ്ടം എന്ന് പറഞ്ഞ് ദൈവം കാണുന്നത് ഈ കിടപ്പാടം പോലും ഇല്ലാതെ, ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ കരഞ്ഞ് നിലവിളിക്കുന്ന അതേ ദൈവം കഷ്ടമായി കാണുള്ളൂ. അവരെ നമ്മൾ സഹായിക്കണം, അവരെയാണ് സഹായിക്കേണ്ടത്. അല്ലാതെ ഈ രീതിയിൽ ഉയർച്ചയിൽ നിന്ന് താഴോട്ട് വീഴ്ത്തിയതാണ് ഈ കാലഘട്ടം. അങ്ങനെയാണ്. ഇനി നല്ല ഉയർച്ചയിൽ നിയമം തെറ്റി ദൈവത്തിന്റെ ആ വ്യവസ്ഥകളിൽ നിന്ന് മാറി അവനവനെ ബോധിച്ചതുപോലെ പല വലിയ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ ദൈവം താഴോട്ട് ഇറക്കിയതിന്റെ കാരണം അവർ ആത്മീയമായി വളരാനും പല തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ഇനി അവർ കറക്റ്റ് റൂട്ടിൽ വരാനും വേണ്ടിയിട്ടാണ്. അത് ദൈവം ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം ഈ ആത്മാക്കളെ ദൈവത്തിന് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമുണ്ട്. അപ്പൊ അവരെ പഠിപ്പിക്കാനായിട്ടാണ് അവരെ താഴോട്ട് ഇറക്കിയേക്കുന്നത്. അവരെ നമ്മൾ സഹായിക്കാൻ പോകുമ്പോഴാണ് അവിടെ പ്രശ്നം. കാരണം അത് നമ്മൾ നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. അതേ മറ്റേ അവസ്ഥ എന്ന് പറയുന്നത് അവർ ആൾറെഡി ജന്മനാൽ അല്ലെങ്കിൽ വർഷങ്ങളോളം ജയിലിൽ കഴിയുന്ന അവസ്ഥയാണ്. അവരെ നമ്മൾ ആശ്വാസവും ഉയർച്ചയ്ക്കുള്ള ചില വഴികളൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം അവർ അത്രയും അനുഭവിക്കുന്നവരാണ്. ഇപ്പൊ ചില വ്യക്തികൾ, ഞാൻ ദൈവത്തോട് ചില കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു 10 വർഷം ഒരാൾക്കൊരു കഷ്ടം ഉണ്ടെങ്കിൽ ആ 10 വർഷത്തെ കഷ്ടം തന്നെ നല്ല ഒരു കഷ്ടമാണ്. അങ്ങനെ ആരെങ്കിലൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിയാൽ അവിടെ സഹായിച്ചിരിക്കണം എന്നാണ് ദൈവം പറയുന്നത്. അവിടെ പിന്നെ ഈ ബാക്കി ടാലി ചെയ്ത് ബാലൻസ് ചെയ്ത് പ്രാർത്ഥിച്ച് നോക്കി ചെയ്യണോ വേണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഒരു 10 വർഷം, ഒരു 6, 7, 8 വർഷത്തോളം രോഗബാധിതനായി കിടക്കുന്ന ഒരു വ്യക്തി, ദാരിദ്ര്യത്തിലും കുടുംബത്തിലും അങ്ങനെ അവസ്ഥയിൽ നിൽക്കുന്നവരൊക്കെ ധൈര്യമായിട്ട് നമുക്ക് സഹായിക്കാം. അവിടെയൊന്നും വേറെ ഒന്നും നോക്കാനില്ല. അപ്പം ഇതൊക്കെയാണ് നോക്കിയും കണ്ടും സഹായിക്കണമെന്ന് പറയുന്നത്. അപ്പം മദ്യപിച്ചും അല്ലെങ്കിൽ തോന്നിയതുപോലെ ജീവിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒരു താഴ്ചയൊക്കെ വന്ന് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് ആകെ തകർന്നു, അവരെ ചാടിക്ക് നമ്മൾ സഹായിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഞാൻ എന്നെ വിളിക്കുന്ന പലരിടത്തും ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഇന്ന് രാവിലെ ആഹാരം കഴിച്ചോ, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചോ, വൈകുന്നേരം ആഹാരം കഴിച്ചു? ആ ആഹാരത്തിന് കുറവൊന്നുമില്ല. പിന്നെ എന്താണ് ഇത്രയും കരച്ചിലും വിഷമവും? അത് സാമ്പത്തികം ശരിയാകുന്നില്ല. ചിലര് വിളിക്കുമ്പോൾ അവർക്ക് കുടുംബ ഷെയർ വസ്തുവൊക്കെ കാണും, അതൊന്നും വിൽക്കാൻ പറ്റാത്ത ലെവലിലുള്ള പ്രശ്നങ്ങളാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കമുണ്ട്. പക്ഷെ ഈ വസ്തുവൊക്കെ ഒന്ന് വിറ്റാൽ അവർ ഓക്കെ ആയില്ല. പക്ഷെ എന്തുകൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല? പ്രകൃതി അല്ലെങ്കിൽ ദൈവം തന്നെ അവരെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ്. അല്ലാതെ അവര് കർമ്മഫലം അനുഭവിച്ച് ആ നിരാശ വന്ന ആൾക്കാരല്ല. അവരിപ്പോ തുടങ്ങിയതേ ഉള്ളൂ, അനുഭവിച്ച് തുടങ്ങണതേ ഉള്ളൂ. ഒരു 10 വർഷത്തോളം ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് സഹായിക്കാം എന്ന്, അതാണ് എന്റെ നിയമം. എനിക്ക് ദൈവം പറയുന്ന നിയമം പറിച്ച്. അല്ലാതെ 1 വർഷം 2 വർഷം 3 വർഷം കൊണ്ട് ഒരു ഞെരുക്കം എന്ന് പറയുന്നത് അത് അവരെ ദൈവം തന്നെ ഞെരുക്കി പഠിപ്പിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിന് അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കഷ്ടം പലർക്കും അനുഭവിക്കും എന്ന് പറയുന്നത് ഈ ഞെരുക്കമാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ സഹായിക്കേണ്ടത് എങ്ങനെയാണ്? നേരായ വഴി, ദൈവത്തിലേക്കുള്ള വഴി, പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരത് ചെയ്യുമ്പോൾ തന്നെ നിസ്സാരം ആ വസ്തുവോ ബ്ലോക്കോ മാറാനുള്ള വഴി തെളിയും. ചിലപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനുള്ള വഴി തെളിയും, സിമ്പിൾ. പക്ഷെ അവരുടെ മനസ്സും അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള മൈൻഡ് സെറ്റും മാറ്റാതെ എവിടെയൊക്കെയോ അത് തിരുത്താതെ നിൽക്കുന്നത് കൊണ്ടാണ് വഴികൾ ഓപ്പൺ ചെയ്യാത്തത്. അപ്പൊ ആ വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് മാക്സിമം എന്റെ മെസ്സേജോ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള മെസ്സേജും കാര്യങ്ങളും കേട്ട് നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും, എവിടെയൊക്കെയോ എന്തൊക്കെയോ വേണ്ടാത്ത കാഴ്ചപ്പാടിൽ അവർ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആത്മവളർച്ച നടക്കാത്തത്. അപ്പൊ അതൊക്കെ കളഞ്ഞും കൊണ്ട് ശരിക്കും പച്ചയായ മനുഷ്യനായി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ, പ്രകൃതിയിലെ വ്യവസ്ഥകൾ അവർ തിരിച്ചറിയുകയും അത് പാലിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ വഴികൾ ഈസിയായി തുറക്കാവുന്നതേ ഉള്ളൂ. അത് വലിയ വിഷയമൊന്നുമില്ല. ഇപ്പം ആരോഗ്യമുണ്ടല്ലോ, ഒരു ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ ജോലി ചെയ്യാൻ പറ്റൂല. ഒരു ജോലി കിട്ടിയാൽ പോലും ഒരാവതില്ല, മാറാ രോഗം. ഇങ്ങനെ കിടക്കുമ്പോൾ അവരെ നമ്മൾ സഹായിച്ചേ പറ്റൂ. അതിൽ യാതൊരു മാറ്റവുമില്ല. അവിടെ ഒന്നും നോക്കരുത്. അവസ്ഥ കണ്ട്, ദയനീയത കണ്ട് നിങ്ങൾ തീർച്ചയായും സഹായിച്ചിരിക്കണം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്ത്